നിങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്ത പ്രൊഡക്ട്സ് ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യണില്ല, സ്കിന്നിൽ ഭയങ്കര പീലിംഗ് ആയിട്ട്, ഇച്ചിങ് ആയിട്ട്, ബേണിംഗ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാൽ ചിലപ്പം നിങ്ങളെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണോ, ആണെങ്കിൽ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുതരാം. നമ്മളെ സ്കിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് 3 ലെയർ കൊണ്ടാണ്. ഈ 3 ലെയറിനെയും 3 പേര് വിളിക്കും. അതിനകത്ത് നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഈ വിസിബിൾ ആയിട്ടുള്ള സ്കിന്നാണ് എപ്പിഡെർമിസ്. ഓക്കെ, ഈ എപ്പിഡെർമിസ് ആണ് ഈ സ്കിൻ ബാരിയർ ലിവ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്റ്റീവ് ബാരിയർ, അല്ലെങ്കിൽ വിസിബിൾ സ്കിന്നിന് ഇതാണ് പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഇതൊക്കെ എപ്പിഡെർമിസ് ആണ്. ഓക്കെ, ഫേസിലുള്ളത് മാത്രമല്ല കേട്ടോ സ്കിന്ന്. പിന്നെ അതിൻ്റെ താഴെയുള്ളതാണ് ഡെർമിസ്. ഇത് നമ്മുടെ എപ്പിഡെർമിസിനെക്കാളും 25 ടൈംസ് തിക്കറാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് കൊളാജനും എലാസ്റ്റിനും ഒക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ സ്കിന്നിന് സ്ട്രക്ചർ തരുന്നുള്ളതും സ്കിന്നിന് സപ്പോർട്ട് ചെയ്യുന്നുള്ളതും. പിന്നെ ഇതിൻ്റെയും താഴെ, അതായത് ഏറ്റവും താഴെ അല്ലെങ്കിൽ ഡെർമിസിൻ്റെയും താഴെയുള്ളതാണ് ഹൈപ്പോഡെർമിസ്. ഇവിടെയാണ് ഫാറ്റും മസിലും ഒക്കെ ഉള്ളത്. സോ ഞാൻ പറഞ്ഞു, ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസിലാണ് നമ്മളെ സ്കിൻ ബാരിയർ ഉള്ളത്, അവിടെയാണ് അതുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പിഡെർമിസ് ഈക്വൽ ടു സ്കിൻ ബാരിയർ എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി അങ്ങനെ മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. സോ നമ്മുടെ സ്കിൻ ബാരിയർ ആണ് എൻവയോൺമെന്റ് സ്ട്രെസ്സേഴ്സ്, പാത്തോജൻസ്, പിന്നെ ഫ്രീ റാഡിക്കൽസ്, ഇതിനെയൊക്കെ നമ്മുടെ ബോഡീൻ്റെ അകത്തുനിന്ന് ബോഡിയിലേക്ക് കയറാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ ആണ്. അതുപോലെ തന്നെ നമ്മൾ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യുന്നതും ആ മോയ്സ്ചർ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ ആണ്. സോ സ്കിൻ ബാരിയർ നശിച്ചാൽ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയാൽ എന്തൊക്കെ സംഭവിക്കും? മോയ്സ്ചർ ലോസ് ഉണ്ടായിരിക്കും, കൊളാജൻ ലോസ് ഉണ്ടായിരിക്കും, ഡിസ്കളറേഷൻ ഉണ്ടായിരിക്കും, ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും, പിന്നെ ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിരിക്കും, ഭയങ്കര ഡ്രൈ ആയിരിക്കും സ്കിന്ന്, റഫായിട്ടായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് വരും, ഫ്ലേക്കി ആയിരിക്കും, പിന്നെ അങ്ങനെ നമുക്കിങ്ങനെ വലിയും സ്ട്രെച്ചി ആയിരിക്കും, പിന്നെ ഇച്ചിനെസ് ഉണ്ടായിരിക്കും, പിന്നെ ഇറിറ്റേറ്റഡ് ആയിരിക്കും, പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഏജ്ഡ് ആയ പോലെ ഉണ്ടാവും, റിങ്കിൾസ് ഉണ്ടാവും, ഫൈൻ ലൈൻസ് ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുന്നേ വർക്ക് ചെയ്ത പ്രൊഡക്ട്സ് ഒന്നും തന്നെ നമുക്ക് വർക്ക് ചെയ്യാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ആക്നിനെ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സിറംസോ പിന്നെ എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാത്തിനോടും ഭയങ്കരമായിട്ട് റിയാക്റ്റീവ് ആയിരിക്കും നമ്മുടെ സ്കിന്ന്. ഇപ്പോൾ പ്രോഡക്ട്സ് മാത്രമായിരിക്കണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് പോയാൽ തന്നെ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ റെഡ്നെസ് ഉണ്ടാവും, അത് ഞാൻ വിട്ടുപോയി. റെഡ്നെസ് വെച്ചാൽ ഇപ്പം എനിക്കൊക്കെ കുറച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചധികം നേരം വെയിലൊക്കെ കൊണ്ടാൽ റെഡ്നെസ് ഉണ്ടാവും. അങ്ങനെയുള്ളതല്ല, അൺയൂഷ്വൽ ആയിട്ട് റെഡ്നെസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ആക്നിയൊന്നും വരാത്ത സ്കിന്നാണെങ്കിൽ പെട്ടെന്ന് ആക്നി വരിക, അല്ലെങ്കിൽ ഇങ്ങനെ സ്കിന്നിൽ പെട്ടെന്നൊരു ചേഞ്ചൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓവർ എക്സ്ഫോലിയേഷൻ, പിന്നെ കുറേ പ്രോഡക്ട്സ് അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്യൂട്ടാകാത്ത കുറേ പ്രോഡക്ട്സ് ഉണ്ടാകും, അത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്, പിന്നെ വെതർ, അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുന്നുള്ളത്, ഇങ്ങനത്തെ കുറേ റീസൺസ് ഇതിൻ്റെ, അല്ലെങ്കിൽ കുറേ കോസസ് ഇതിലുണ്ട്. സോ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയോ എന്ന് കണ്ടെത്തണ്ടേ? നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ സൈൻസ് ഉണ്ടല്ലോ, അതായത് മുന്നേ വർക്ക് ചെയ്ത പ്രോഡക്ട്സ് ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യണില്ല, അതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം അല്ലെങ്കിൽ ഒരു ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാവും. ഇപ്പോൾ ആക്നി ഇല്ലാത്ത സ്കിന്നിന് പെട്ടെന്ന് ആക്നി വരുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഇത്രകാലം അത്ര ഡ്രൈ ഒന്നും ആയിരുന്നില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണ്, റെഡ്നെസ്, അങ്ങനെ ഫ്ലേക്കി ആയിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് വരും, അത്രയും ഡ്രൈ ആവുകയാണ്, ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, പിന്നെ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ട്. അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും സൈൻസിൽ നിങ്ങൾക്കൊരു 3-4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിരിക്കും. ഇനി സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണോ നമ്മൾ കണ്ടുപിടിച്ചു, ഇനി ഇതിനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ചിലപ്പം ഇനി ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ഞാൻ പറയുമ്പം നിങ്ങൾ പലവരും ഇതിനോട് യോജിക്കണം എന്നില്ല.
അതുപോലെ തന്നെ എനിക്കിതൊന്നും അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ട്രസ്റ്റ് മീ, എൻ്റെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. റെഗുലർലി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അതുപോലെ തന്നെ ഭയങ്കര സ്കിന്ന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക, ഭയങ്കര ആക്നി, ഭയങ്കരമായിട്ട് സ്കിൻ ഇഷ്യൂ ഒക്കെ വരുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് എൻ്റെ സ്കിന്ന് ഇങ്ങനെ എങ്കിലും ആയി ചോദിച്ചാൽ ഞാൻ പറയും, അന്ന് ആ ഒരു ബോൾഡായിട്ടുള്ളൊരു സാധനം ചെയ്തുകൊണ്ടാണ്. അത് ഞാൻ ചെയ്തതല്ല, മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല, ചെയ്യേണ്ടി വന്നതാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സത്യമൊക്കെ മനസ്സിലാക്കിയത്. സോ അതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഇത് നിൻ്റെ സ്കിന്നിൽ മാത്രമല്ലേ വർക്ക് ആയിക്കുള്ളൂ, നിൻ്റെ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇനി പറഞ്ഞുതരാ ചോദിച്ചാൽ, ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമല്ലോ ആൾക്കാർ സ്കിൻ കെയർ കസ്റ്റമൈസ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടുള്ള ഇതേ സെയിം സാധനം യൂസ് ചെയ്തിട്ട് വർക്ക് ആയിട്ടുണ്ട്. സോ ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് വിൽ വർക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈനാണ്, നമുക്കിപ്പോൾ എന്തെങ്കിലും സ്കിന്നിൽ ഇഷ്യൂ ആയിരുന്നു, അത് ഹീലാവാനായിട്ട് അല്ലെങ്കിൽ റിക്കവർ ആവാനായിട്ട് നമ്മൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിലും അത് ഒരു സൈനാണ്, സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയി എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. സോ ഇങ്ങനെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിലും സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ കേൾക്കുക, ജസ്റ്റ് കാണലല്ല, കേൾക്കുക, എന്താണ് നിങ്ങളുടെ സ്കിന്ന് പറയുന്നത്. ലിസൺ ടു യുവർ സ്കിൻ ആൻഡ് ഫീൽ യുവർ സ്കിൻ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയൊക്കെ സ്കിൻ കെയർ അതിനനുസരിച്ച് മാറ്റണം എന്നൊക്കെ മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ തോന്നിയ പോലെ സ്കിൻ കെയർ ചെയ്ത് വെച്ചിട്ട് സ്കിന്ന് ബെറ്റർ ആവില്ല. പിന്നെ സ്കിൻ കെയർ എന്നുള്ളത് സ്കിന്നിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് മാറാൻ പാടില്ല. അതായത് സ്കിന്ന് ചെയ്യേണ്ട പണി സ്കിൻ കെയർ വേറെ പ്രൊഡക്ട്സ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. സ്കിന്ന് ചെയ്യേണ്ട പണി സ്കിന്നൊക്കെ ചെയ്തോട്ടെ, അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. അല്ലാതെ സ്കിൻ കെയർ എല്ലാത്തിനും ഇടേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലേനും ഇല്ലാത്തതിനും എല്ലാം സ്കിൻ കെയർ പ്രോഡക്ട്സിൽ റിലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിലും നിങ്ങൾ ടൂ ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക. നമ്മുടെ സ്കിന്നിന് അതിനെ ഹീൽ ചെയ്യാനുള്ളതും ഹൈഡ്രേറ്റ് ചെയ്യാനുള്ളതും ഒക്കെ കഴിവുണ്ട്, റിക്കവർ ആകാനുള്ള കഴിവൊക്കെ നമ്മുടെ സ്കിന്നിനുണ്ട്. ഇതിങ്ങനെ ഓവറായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് പ്രശ്നം. സ്കിന്നിനെ അതിൻ്റെ പണി ചെയ്യാൻ വിടുക, അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം സ്കിൻ കെയർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഓവറായിട്ട് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക. ഇപ്പോൾ സ്കിൻ കെയർ ആയിക്കോട്ടെ, കഴിക്കുന്നതായിക്കോട്ടെ, എന്തുവാണെങ്കിലും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാം. ഒരു ബാലൻസ് ഇല്ലെങ്കിൽ പോയി കാര്യം. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റോപ്പ് എവറിത്തിങ്, ലിറ്ററലി എവറിത്തിങ്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അടക്കം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടണ്ട. നിങ്ങൾ വിചാരിക്കും ഇതിന് ഇവളെ തന്നെയാണ് പറയുന്നത് സൺസ്ക്രീൻ ഇടണം, ഇവളെ തന്നെ കുറേ സൺസ്ക്രീൻ കാണിച്ചു തന്നിട്ടുണ്ട്, എന്നിട്ട് ഇതിപ്പോൾ എന്തിങ്ങനെ പറയണേന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ബട്ട് ഞാൻ പറയട്ടെ, ഒന്നും ചെയ്യണ്ട, ലിറ്ററലി ഒന്നും ചെയ്യണ്ട. ബട്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ നട്ടപ്പൊരി വെയിലത്ത് ഇറങ്ങി നടക്കണം അല്ല പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം, എമർജൻസി ആണ്, പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ പോവുക. അതർവൈസ് വീട്ടിലിരിക്കുക. സ്കിന്നൊന്ന് ഹീലാവുന്നത് വരെ വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഹാറ്റ് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഫേസിനൊക്കെ കവറുന്ന ഹാറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാർഫ് യൂസ് ചെയ്യാം, കൊട എടുക്കുക. ഇങ്ങനെ ഫിസിക്കലി നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ എന്നാൽ പിന്നെ ഇവളോട് പറഞ്ഞു സൺസ്ക്രീൻ വേണ്ട, എന്നാൽ പിന്നെ നട്ടപ്പൊരി വെയിലത്ത് ഇറങ്ങി നടക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണ്, അപ്പോൾ കുറച്ചുകൂടെ സ്കിൻ ഇഷ്യൂസ് കൂടും. ഈ ഫേസ് വാഷും ചെയ്യണ്ടേ ചോദിച്ചാൽ വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് നിങ്ങൾ ഇന്ന് തൊട്ടിട്ടാണ് ചെയ്യുന്നത്, ഇന്ന് നിങ്ങൾ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇന്ന് തൊട്ടിട്ടാണ് നിങ്ങളിത് ചെയ്യാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഫേസ് വാഷ് ചെയ്തോളൂ, ഇന്ന് ഡബിൾ ക്ലെൻസിങ് തന്നെ ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നമ്മുടെ സ്കിന്നിനെ അതിനെ ക്ലെൻസ് ചെയ്യാനായിട്ടുള്ളത് ഒക്കെ അതിനറിയാം, ഹീൽ ചെയ്യാനും അതിനറിയാം. ഓക്കെ, നമ്മൾ എക്സ്ട്രാ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. അതെല്ലാം ഇതാക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന് മനസ്സിലാവണം. ബിക്കോസ് ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നും. ഡെർമറ്റോളജിസ്റ്റ് വരെ നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാൻ, ഞങ്ങൾക്ക് മൈൽഡായിട്ടുള്ളത് യൂസ് ചെയ്യാമെന്നൊക്കെ ആയിരിക്കും. ബട്ട് ഞാൻ പറയണു, നിങ്ങൾ ലിറ്ററലി എല്ലാം സ്റ്റോപ്പ് ചെയ്തോ.
ഇത് എത്ര നിൽക്കണം ചോദിച്ചാൽ ഒരു 1 to 2 വീക്ക് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 വീക്ക് നിങ്ങൾക്ക് ലിറ്ററലി എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കാം. ബട്ട് നിങ്ങൾ ഈ 1 വീക്ക് ഒന്നും യൂസ് ചെയ്യണ്ട, ലിറ്ററലി ഒന്നും യൂസ് ചെയ്യണ്ട. വീട്ടിലിരിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. അയ്യോ വീട്ടിലിരിക്കാന്ന് വെച്ചിട്ട് വീട്ടിന് പുറത്ത് വെച്ചിട്ടുള്ള പൊല്യൂഷനും അതുപോലെ തന്നെ ഇത് വെയിലും UV റേസും ഒക്കെ എക്സ്പോസ് ആവാനല്ല ഞാൻ പറയുന്നുള്ളത്. ലിറ്ററലി 1 വീക്ക് നിങ്ങൾ ഒന്നും യൂസ് ചെയ്യണ്ട. പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര ജെന്റിൽ എന്ന് വെച്ചാൽ അത്രയും ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം. സെറാവയുടെ ഒക്കെ നല്ലതാണ്, അത്രയും ജെന്റിൽ ആയിരിക്കണം. അതും രാവിലെയും രാത്രി ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട, രാത്രി മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ ജെന്റിൽ ആണെന്ന് വെച്ചിട്ട് ജെന്റിൽ പ്രൊഡക്ട്സിൽ ഒന്നും തന്നെ ഇതുണ്ടാവാൻ പാടില്ല, ആക്റ്റീവ്സ് ഉണ്ടാവാൻ പാടില്ല. സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, പിന്നെ അങ്ങനത്തെ ഒരു ആക്റ്റീവ്സും ഇല്ലാത്ത തന്നെ നോക്കി ചൂസ് ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി എക്സ്ഫോളിയൻസ് ആക്റ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ആക്റ്റീവ്സ് ഒന്നും ആ വൈക്കേ പോകരുത്. നിങ്ങൾ 2 വീക്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 3 വീക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. ഈ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സൂത്ത് അല്ലെങ്കിൽ കാം ഫോളോ ചെയ്യാം, കാം യുവർ സ്കിൻ. ഓക്കെ, ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിന്നിൽ കൊടുക്കാം. ഇനി എന്താ ഈ ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ക്ലെൻസർ. അതും ജെന്റിൽ ആയിട്ടുള്ള തന്നെ, ഫോമിങ് ആയിട്ടുള്ള ഒന്നും എടുക്കരുത്. സെറാവയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ലിറ്ററലി അത്രയും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഈ മോയ്സ്ചറൈസറിലും ഇങ്ങനത്തെ അധികം ആക്റ്റീവ്സ് ഒന്നും വേണ്ട. ഇനി ആക്റ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഇങ്ങനെ ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ് അതൊക്കെ കുഴപ്പമില്ല. ബട്ട് അല്ലാത്ത ആക്റ്റീവ്സ് ഒന്നും വേണ്ട. ഇത് മോയ്സ്ചറൈസർ ആരെല്ലാം യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാണ്, ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാണ്. ഈ സ്റ്റോപ്പ് എന്നുള്ള സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ബെറ്റർ ആവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഹൈഡ്രേഷൻ ഒന്നും പോരാ, അത്രയും ഡ്രൈ ആയിട്ടാണ് നിങ്ങളുടെ സ്കിന്നുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് കുറച്ച് ഹൈഡ്രേഷനൊക്കെ ഉണ്ട്, കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ അല്ലെങ്കിൽ ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വരെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടവരെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണ്, ഒട്ടും ഹൈഡ്രേഷൻ ഇല്ല, ഒട്ടും മോയ്സ്ചർ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതൊരു എമൗണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇത്രയും മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യാം ഓൾ ഓവർ ഫേസിൽ. ഇത്രയും മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും, ഇതിൽ കൂടുതലൊന്നും എടുക്കരുത്. ഓക്കെ, നിങ്ങൾ ഈ ക്ലെൻസർ യൂസ് ചെയ്യുകയാണെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അത് നിങ്ങൾക്ക് മുന്നേ വർക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ വർക്ക് ആയിട്ടുണ്ട്, ഒരാഴ്ച മുന്നേ വർക്ക് ആയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പാച്ച് ടെസ്റ്റ് എന്താ വെച്ചാൽ, ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫേസ് മാത്രമാണ് സെൻസിറ്റീവ് എന്നുണ്ടെങ്കിൽ ഇവിടെയോ മറ്റോ ട്രൈ ചെയ്ത് നോക്കാം. അത് ഒരു ദിവസമല്ല പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഇവിടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ഇട്ടു, സെക്കൻഡ് നൈറ്റ് എഗെയിൻ ഇടണം. എത്ര ജെന്റിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ അത്ര മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഫസ്റ്റ് 2 സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ AC-യിൽ ഇരിക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, അതായത് ഹ്യൂമിഡ് ക്ലൈമറ്റ് അല്ല, ഹ്യൂമിഡ് ക്ലൈമറ്റിന് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം പോലും ഇല്ല ആക്ച്വലി. പിന്നെ അത്രയും ഡ്രൈ ആണെങ്കിൽ മാത്രമാണ് ഞാൻ അത്രയും കുഞ്ഞ് എമൗണ്ടിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്രയും ഡ്രൈ ആണെങ്കിൽ മാത്രം. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, നിങ്ങൾ AC-യിലും കൂടി ഇരിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പെട്രോളിയം ജെല്ലി യൂസ് ചെയ്യാം. പെട്രോളിയം ജെല്ലി മോയ്സ്ചറൈസർ നിങ്ങൾ ഇട്ടല്ലോ, അതിൻ്റെ മുകളിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. കണ്ടോ, കുറച്ച് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസർ ഇട്ടതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ലിറ്ററലി കുറച്ച് മാത്രം. പെട്രോളിയം ജെല്ലി നല്ലൊരു ഹ്യൂമെക്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനത് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. മോയ്സ്ചർ നമ്മുടെ സ്കിന്നിലേക്ക് ലോക്ക് ചെയ്ത് നിർത്താൻ പെട്രോളിയം ജെല്ലി ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ വാസലിൻ്റെ പെട്രോളിയം ജെല്ലി തന്നെ വേണമെന്നൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യരുത്, നോർമൽ വാട്ടർ യൂസ് ചെയ്യുക. അതും നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലീച്ച്ഡ് വാട്ടറൊക്കെയാണ് വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ബിക്കോസ് ഈ വാട്ടർ വരെ നമ്മളെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യും. ഓക്കെ, സ്കിന്നിനെ റൂയിൻ ചെയ്യാൻ അതും അല്ലെങ്കിൽ ഡാമേജ് ചെയ്യാൻ അതും ഒരു
റീസൺ ആണ്. പിന്നെ തേർഡ് സ്റ്റെപ്പാണ് സ്റ്റേ ജെന്റിൽ. അത് നിങ്ങൾക്ക് ഗ്ലിസറിൻ, സ്ക്വാലിൻ, സെറാമൈഡ്സ് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഒക്കെയല്ല, സാധനങ്ങൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സൂത്തിന്ന് വെച്ചിട്ട് കാമിന്ന് വെച്ചിട്ട് എന്തും യൂസ് ചെയ്യരുത്, ജെന്റിലാണെന്ന് വെച്ചിട്ട് എന്തും യൂസ് ചെയ്യരുത്. ജെന്റിലായിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ കാമിയുന്ന പ്രോഡക്ട്സ് തന്നെ ഇറിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉള്ള പ്രോഡക്ട്സ് ഉണ്ട്. സോ നിങ്ങൾ കെയർഫുൾ ആയിട്ട് മാത്രം പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം. സെറാമൈഡ്സ് നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്ലിസറിൻ, സ്ക്വാലിൻ ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഭയങ്കര ജെന്റിലായി. കാരണം അതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുമെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. നിങ്ങളുണ്ടല്ലോ സ്കിന്ന് റബ്ബ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് പാറ്റ് എല്ലാ പ്രോഡക്റ്റും പാറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്കിന്ന് എന്തെങ്കിലും ടിഷ്യൂ വെച്ചിട്ടൊക്കെ തുടക്കുകയാണെങ്കിൽ പോലും പാറ്റ് ഡ്രൈ ചെയ്യുക, അത് ഒരയ്ക്കരുത്. ഈ സ്റ്റോപ്പ് നമ്മളൊരു 1 അല്ലെങ്കിൽ 2 വീക്സ് ചെയ്തു. ചിലവർക്ക് 3 വീക്സ് വരെ എടുക്കും. ദാറ്റ്സ് ഫൈൻ. നമ്മൾ ഓരോ സ്കിന്നിലും റിക്കവർ ആവുന്ന ടൈമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതൊന്നും ഓർത്ത് വെറീഡ് ആവണ്ട. പിന്നെ ഈ സൂത്ത് എന്നുള്ളത് നിങ്ങളൊരു 2 വീക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഈ ജെന്റിലേക്ക് പോവാം. ജെന്റിലേക്ക് നിങ്ങൾക്ക് ഒരു 1 വീക്ക് ജെന്റിൽ തന്നെ നിൽക്കുക. ഈ സ്റ്റേജ് ജെന്റിൽ എന്ന് പറഞ്ഞാൽ തേർഡാമത്തെ മെത്തേഡാണ്. അതിൽ തന്നെ നിൽക്കുക. അപ്പോഴേ നിങ്ങൾ ജെന്റിൽ ആണെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിലൊന്നും തന്നെ ഇറിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ടാവരുത്. പല ജെന്റിലായിട്ടുള്ള പ്രോഡക്ട്സും സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യരുത്. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് ഒന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഇൻട്രൊഡ്യൂസ് ആൻഡ് റീബിൽഡ് ഈ സെക്ഷനിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങാം. സൺസ്ക്രീൻ ഞാൻ പറയുകയാണെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ രണ്ടും ഒന്നാണ്. അതിൻ്റെ പേര് മാറ്റുന്നേ ഉള്ളൂ, രണ്ട് പേരുണ്ടെന്നേ ഉള്ളൂ, സംഭവം ഒന്ന് തന്നെയാണ്. ഇത് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ അധികം ഇറിറ്റേറ്റ് ആക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ വന്നത്. നിങ്ങൾക്ക് അത് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുതിയ UV ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുതിയ UV ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പുതിയ UV ഫിൽറ്റേഴ്സ്. ബെൻസോൺ, ഓക്സിബെൻസോൺ, ഒക്ടിനോക്സൈറ്റ് ഇങ്ങനത്തെ പഴയ ഫിൽറ്റേഴ്സ് ഉള്ളതൊന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇതൊന്നും ഫോട്ടോ സ്റ്റേബിൾ അല്ല. പിന്നെ ഞാൻ പറയുന്നു, ഹൈലി ഞാൻ പറയുന്നു, മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യൂ. നിങ്ങളുടെ സ്കിൻ ബെയർ അത്രയും പോയിട്ടാണുള്ളത്. സോ നമ്മളത് ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കെങ്കിലും അത് യൂസ് ചെയ്യാനാണ് ഞാൻ പറയാൻ. ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുതിയ UV ഫിൽറ്റേഴ്സ് ഉള്ള, അതും ജെന്റിലായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പുതിയ UV ഫിൽറ്റേഴ്സ് ഉള്ള എല്ലാ സൺസ്ക്രീനും ജെന്റിലാണെന്നില്ല. പിന്നെ ഈ ടൈമിൽ നിങ്ങൾ അധികം ആക്റ്റീവ്സ്, അതായത് എസ്പെഷ്യലി ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള എക്സ്ഫോലിയേറ്റിംഗ് ടൈപ്പ് ആക്റ്റീവ്സ് ഉള്ളതൊന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ടിംഗ്ലിംഗ് ഉണ്ട്, മൈൽഡ് കുഴപ്പമില്ല, ബട്ട് അഡ്ജസ്റ്റ് ആക്കാം. ബട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടല്ലേ, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ട്, പുതിയ ആക്നി വരുന്നുണ്ട്, വീണ്ടും സ്കിൻ ബെയർ ഡാമേജ്ഡ് ആണ് ആവുന്നത്, ഡ്രൈ ആവുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ, ഇറിറ്റേഷൻ ആവുന്നുണ്ട്, ഇച്ചിങ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ദി പ്രോഡക്റ്റ്. പിന്നെ അത് യൂസ് ചെയ്യണ്ട, അത് ഇപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തോളൂ. റീബിൽഡ് സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൂത്തിങ് ആയിട്ടുള്ള, കാമിങ് ആയിട്ടുള്ള, ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് സെറാമൈഡ്, സ്ക്വാലിൻ, ഓട്സ്, പിന്നെ ഗ്ലിസറിൻ, ഇതിൻ്റെ അപ്പുറത്തേക്കും ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് യൂസ് ചെയ്യാം, ബട്ട് 5% മുകളിൽ പോകാൻ പാടില്ല. മാക്സിമം 5% ആയിരിക്കണം. അതും എല്ലാ നൈറ്റും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വീക്കിലി വൺസ് ഒക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ വേണമെങ്കിൽ വീക്ക്ലി ട്വൈസ് അപ്ലൈ ചെയ്യാം. വീക്ക്ലി ട്വൈസിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോഴേ പോകണ്ട എന്നാണ് ഞാൻ പറയുക. മാക്സിമം വീക്ക്ലി ത്രൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റേജ് എൻഡിൽ നിന്നുള്ളടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം. പിന്നെ ഈ ടോണർ യൂസ് ചെയ്താൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ടോണർ എന്ന് വെച്ചാൽ എന്ത് ടോണറും യൂസ് ചെയ്യരുത്. സ്കിൻ ബാരിയർ റീബിൽഡ് ചെയ്യാനുള്ള, റിപ്പയർ ചെയ്യാനുള്ള, നമ്മുടെ സ്കിന്നെ സൂത്ത് ചെയ്യാനുള്ള, കാം ചെയ്യാനുള്ള, മോയ്സ്ചർ കൊടുക്കാനുള്ള ടോണേഴ്സ് മാത്രം. ആ ടോണേഴ്സിലും ഇറിറ്റേഷണൽ പൊട്ടൻഷ്യലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവരുത്. ഓക്കെ, ഈ ടോണർ യൂസ് ചെയ്താൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്, നമുക്ക് അധികം മോയ്സ്ചറിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. സോ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്തിട്ട് ആ മോയ്സ്ചർ അല്ലെങ്കിൽ ആ ഹൈഡ്രേഷൻ മതി എന്നുണ്ടെങ്കിൽ വേണ്ട.
നിങ്ങൾക്ക് മോയ്സ്ചറൈസേഷൻ കുറവാണ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പി സൈസിൽ അഗെയിൻ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എല്ലാ പ്രൊഡക്റ്റും പാറ്റ് ചെയ്തിട്ട് മാത്രം സ്കിന്നിൽ അബ്സോർബ് ആക്കുക, റബ്ബ് ചെയ്യരുത്. അതുപോലെ തന്നെ പാറ്റ് ഡ്രൈ ചെയ്യുക, റബ്ബ് ചെയ്യരുത്. പിന്നെ ടോണറും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ റീഇൻട്രൊഡ്യൂസ് ആൻഡ് റീബിൽഡ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ആൻറ്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാം. ബട്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി ഞാൻ അധികം പറയില്ല. ബിക്കോസ് നിങ്ങൾക്ക് ആക്നി ഉള്ള സ്കിന്നൊക്കെയാണ്, ആക്റ്റീവ് ആക്നി എന്നൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി നിങ്ങളുടെ സ്കിന്നിൽ ഹാഷ് ആയിരിക്കും, വീണ്ടും ആക്നി കൂട്ടുക, സ്കിൻ പ്രോബ്ലംസ് കൂട്ടുക എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഭയങ്കര വേറെ എന്തെങ്കിലും ആൻറ്റി ഓക്സിഡൻസ് നോക്കിയിട്ടും കണ്ടിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആക്നി ഉണ്ടെങ്കിൽ ഈ റീഇൻട്രൊഡ്യൂസ് ആൻഡ് റീബിൽഡ് സെക്ഷനിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആക്നി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ സാലിസിലിക് ആസിഡ് നിങ്ങൾക്ക് സ്പോട്ടായിട്ട്, അതായത് സാലിസിലിക് ആസിഡ് വാങ്ങുക. കുറഞ്ഞ കോൺസെൻട്രേഷൻ മതി കേട്ടോ, ഭയങ്കര ഹൈ കോൺസെൻട്രേഷൻ എടുക്കണ്ട. അത് നിങ്ങൾ എന്തെങ്കിലും ക്യൂടിപ്സ് ഉണ്ടല്ലോ, ക്യൂടിപ്സ് എടുക്കുക. എന്നിട്ട് അതിൽ ജസ്റ്റ് കുറച്ചൊന്ന് സാലിസിലിക് ആസിഡ് എടുക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ആക്നിയുള്ളടുത്ത് സ്പോട്ടായിട്ട് മാത്രം വെച്ച് കൊടുക്കുക, വേറെ എവിടെയും ആവരുത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്നി ഒന്നുമില്ല, ആക്റ്റീവ് ആക്നി ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അത് ഇതെടുത്തിട്ടല്ല കേട്ടോ, സാലിസിലിക് ആസിഡ് അല്ല, നിങ്ങൾക്ക് പീല് യൂസ് ചെയ്യാം. എ പീൽ അല്ലെങ്കിൽ എക്സ്ഫോലിയൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഈ സാലിസിലിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാവോ ചോദിച്ചാൽ നോ. നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ 1 തവണ യൂസ് ചെയ്തോ, സെക്കൻഡ് വീക്കിൽ 2 തവണ യൂസ് ചെയ്തോ. 2 തവണയിൽ കൂടുതൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണ്ട കേട്ടോ, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഓൾറെഡി ഡാമേജ്ഡ് ആണ്, സോ വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഇത് എത്ര തവണ യൂസ് ചെയ്യാൻ ചോദിച്ചാൽ 2 ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡബിൾ ക്ലെൻസിങ് ചെയ്യാം. അതുപോലെ തന്നെ സെറാമൈഡ്സ് ഉള്ള ടോണർ യൂസ് ചെയ്യാൻ പറഞ്ഞു. സെറാമൈഡ്സ് ഉള്ള ടോണറാണ്, ഹൈഡ്രേറ്റിംഗ് ടോണർ ഞാൻ ഉദ്ദേശിക്കുന്നത്. സെറാമൈഡ്സ് അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരണം. പിന്നെ വേറെ ഇറിറ്റേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അധികം ഫ്രേഗ്രൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് AC-യിലൊക്കെ ഇരിക്കുവാണല്ലേ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, നിങ്ങളിപ്പോൾ കേരളത്തിലല്ല വേറെ എവിടെയെങ്കിലാണ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസലിൻ അതിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ മുകളിലോ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ വേണമെന്നില്ല, നിങ്ങൾക്ക് ഹൈഡ്രേഷൻ ഇല്ല തോന്നുവാണെങ്കിൽ മാത്രം മോയ്സ്ചറൈസർ. ഓക്കെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വാസലിൻ വേണമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഈ ആക്നീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാലിസിലിക് ആസിഡ്. പിന്നെ ഡാർക്ക് സ്പോട്ട്സിനെ ട്രീറ്റ് ചെയ്യാനാണെങ്കിൽ പീൽ അല്ലെങ്കിൽ എക്സ്ഫോലിയൻസ് യൂസ് ചെയ്യാം. ഫേസ് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്യരുത്, സ്പോട്ടായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് കേൾക്കുക, അങ്ങനെ മാത്രം ചെയ്യുക, അല്ലാതെ തോന്നിയ പോലെ ഒന്നും ചെയ്യരുത്. പിന്നെ ഞാൻ പറഞ്ഞു ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. കുറേ പേരിപ്പം എൻ്റെ അടുത്ത് സ്കിൻ കെയർ കസ്റ്റമൈസ് ചെയ്യാൻ വരുന്ന ഇപ്പോൾ കൂടുതലാണ് സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടുള്ളവർ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ആക്ച്വലി ഈ ഒരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ 2025 ആണ്. നേരെ ഞങ്ങൾക്ക് ഈ വീഡിയോ വേണേൽ തരാമായിരുന്നു, ബട്ട് ഞാൻ അറിയില്ല ഇത്രയും പേര് ഇതുമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇത് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞോടത്ത് എല്ലാവർക്കും ഇത് വർക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഫോളോ ചെയ്യണം. അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് തോന്നിയ പോലെ ഒന്നും മാറ്റാൻ പറ്റില്ല, അതുപോലെ ഫോളോ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. എന്തൊക്കെ കോണ്ടൻറ്റ്സ് ഇനി വേണം എന്നൊക്കെ പറയാം. ഓക്കെ. ടേക്ക് കെയർ.